ഹദീസിൽ നിന്ന്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നോമ്പെടുക്കാൻ ഉദ്ദേശിച്ച ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം റമദാൻ മാസം ആണെങ്കിലും അല്ലെങ്കിലും അത്താഴം കഴിക്കുക എന്നതൊരു വലിയ സുന്നത്തുള്ള കാര്യമാണ്. അത് മുർസലീങ്ങളുടെ ചര്യയാണ്, അമ്പിയാക്കന്മാരുടെ ചര്യയിൽപ്പെട്ടതാണ്. എന്നാൽ അത്താഴത്തിന്റെ സമയം ആരംഭിക്കുന്നത് രാത്രിയുടെ പകുതി മുതലാണ്. അപ്പോ ഒരു വ്യക്തി രാത്രി ഇശാ നിസ്കാരം കഴിഞ്ഞ ഉടനെ ഭക്ഷണം കഴിച്ചതിന് ശേഷം കിടന്നുറങ്ങി അവൻ നേരത്തെ നിയ്യത്തൊക്കെ വെച്ച് രാവിലെ സമയത്ത് നോമ്പെടുത്തു കഴിഞ്ഞാൽ നോമ്പ് ശരിയാകും, പക്ഷെ അത്താഴം കഴിച്ചതിന്റെ പ്രതിഫലം ലഭിക്കുകയില്ല. കാരണം അത്താഴത്തിന്റെ സമയം തുടങ്ങുന്നത് രാത്രിയുടെ പകുതി മുതലാണ്. അതിനു മുമ്പ് കഴിച്ചത് കൊണ്ട് അവൻ അതിന് പുണ്യം ലഭിക്കുകയില്ല. അപ്പൊ രാത്രിയുടെ പകുതി മുതൽ സുബഹി വരെയാണ് അത്താഴത്തിന്റെ സമയം. ആ സമയത്ത് എപ്പോൾ കഴിച്ചാലും അതിന് പുണ്യം ലഭിക്കുന്നതാണ്. ആ സമയത്ത് അത്താഴമാണ് കഴിക്കുന്നത് എന്ന നിയ്യത്ത് ആവശ്യമാണ്, അപ്പൊ അതിന് പ്രതിഫലവും ലഭിക്കും. എന്നാൽ അത്താഴത്തെ പരമാവധി പിന്തിപ്പിക്കുക എന്നത് വളരെ പുണ്യമുള്ള കാര്യമാണ്. ഹബീബായ മുത്തു മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്, ലാ തസാലു ഉമ്മത്തി ബിഖൈരിൻ മാ അജ്ജലുൽ ഇഫ്താറ വ അഖറുസ് സുഹൂർ. എന്റെ സമുദായം നേരത്തെ നോമ്പെടുക്കുകയും നോമ്പ് തുറക്കുമ്പോൾ നേരത്തെ നോമ്പ് തുറക്കുക, അത്താഴം കഴിക്കുമ്പോഴോ വൈകി അത്താഴം കഴിക്കുക, അങ്ങനെ അത്താഴം കഴിക്കുമ്പോൾ വൈകി അത്താഴം കഴിക്കുകയും നോമ്പെടുക്കുമ്പോൾ നേരത്തെ നോമ്പെടുക്കുകയും ചെയ്യുന്ന കാലത്തോളം അവർ വലിയ ഖൈറിലാകുന്നു എന്ന് ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ചതാണ്. അപ്പൊ പരമാവധി പിന്തിപ്പിക്കുക. പക്ഷേ എത്ര പിന്തിപ്പിക്കാം? പ്രഭാതമായോ ഇല്ലയോ എന്ന് സംശയിക്കപ്പെടുന്ന ഒരു സമയം വരെ പിന്തിപ്പിക്കാതിരിക്കുക. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏത് സമയത്താണ് ഭക്ഷണം കഴിച്ചിട്ടുള്ളത്, അത്താഴം കഴിച്ചിട്ടുള്ളത്? മഹാനായ സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു പറയാൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുകൂടെ ഞങ്ങൾ അത്താഴം കഴിച്ചു. ശേഷം ഞങ്ങൾ ഹബീബായ തങ്ങളോടുകൂടെ സുബഹി നിസ്കരിക്കാൻ വേണ്ടി എഴുന്നേൽക്കുകയും ചെയ്തു. അപ്പോ ഈ സംഭവം പറഞ്ഞപ്പോഴാണ് സെയ്ദ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുന്നത്, അങ്ങനെ അത്താഴത്തിന്റെയും സുബഹി നിസ്കാരത്തിന്റെയും ഇടയ്ക്ക് ഏകദേശം എത്ര സമയമുണ്ടായിരുന്നു? മഹാനവറുകൾ പറഞ്ഞു, ഖുർആനിൽ 50 ആയത്ത് ഓതുന്നൊരു സമയം ഉണ്ടായിരുന്നു. അപ്പൊ അത്താഴത്തിന്റെയും സുബഹിയുടെയും ഇടയിൽ ഒരു 50 ആയത്ത് ഓതുന്ന ഒരു സമയമെങ്കിലും ഉണ്ടാവുക, ആ സമയത്ത് അത്താഴം കഴിക്കുക. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചര്യ. അത്താഴ സമയത്ത് എന്തെങ്കിലും കഴിച്ചുകൊണ്ടെങ്കിലും ആ അത്താഴത്തിന്റെ പുണ്യം നേടണമെന്ന് ഹബീബായ തങ്ങൾ പഠിപ്പിച്ചതാണ്. ഒന്നും കഴിക്കുന്നില്ലേ, ഒരിറക്ക് വെള്ളം കൊണ്ടെങ്കിലും ആ പുണ്യം നേടണമെന്ന് ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ചതാണ്. ഇത്രയും ഗൗരവത്തോടുകൂടെ പറയാൻ കാരണം എന്താണ്? അതിന് നേരത്തെ പറഞ്ഞതുപോലെ ഒന്ന്, അത് മുർസലീങ്ങളുടെ ചര്യയാണ് അത്താഴം കഴിക്കുക എന്നത്. മറ്റൊന്ന്, പകൽ സമയത്ത് ഇബാദത്തുകൾ ചെയ്യാൻ വേണ്ടി ആരോഗ്യം ലഭിക്കണം. അതിനുവേണ്ടി ആരോഗ്യം ലഭിക്കാൻ വേണ്ടി പകൽ സമയത്ത് ഏതായാലും ഭക്ഷണം കഴിക്കുകയില്ല, അപ്പൊ അത്താഴ സമയത്തെങ്കിലും ഭക്ഷണം കഴിച്ചിട്ട് ആരോഗ്യമുണ്ടാക്കണം. മഹാന്മാരായ ഫുഖഹാ രേഖപ്പെടുത്തി. അതുപോലെ തന്നെ അത്താഴം കഴിക്കുന്നതിലൂടെ അഹ്ലു കിതാബിനോട് എതിരാവുക. കാരണം ജൂതനസാറാക്കളായ ആളുകളും നോമ്പെടുത്തിരുന്നു, പക്ഷെ അവരുടെ സമയം അവർ അത്താഴം കഴിച്ചിട്ടല്ല നോമ്പെടുത്തിരുന്നത്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്, ജൂതനസാറാക്കളുടെ അഹ്ലു കിതാബിന്റെ നോമ്പും നമ്മുടെ നോമ്പും തമ്മിലുള്ള വ്യത്യാസം അത്താഴം കഴിക്കലാണ്. നമ്മൾ അത്താഴം കഴിക്കുന്നു, അവർ അത്താഴം കഴിക്കുന്നില്ല. അങ്ങനെ അവരോട് എതിരാകാൻ വേണ്ടിയിട്ടാണ് അത്താഴം കഴിക്കണമെന്ന് പ്രത്യേകമായി റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ചതെന്ന് മഹാന്മാരായ മഹത്തുക്കൾ പറയാൻ. അത് മാത്രമല്ല, അത്താഴ സമയവും വലിയ പവിത്രതയുള്ളതാണ്. അത്താഴ സമയത്തെ പരിഗണിക്കുകയും ആ സമയത്ത് ഖുർആൻ ധാരാളമായി ഓതുകയും ചെയ്യണം. മഹാന്മാരായ ഫുഖഹാക്കൾ പറഞ്ഞല്ലോ, രാത്രി സമയത്ത് ഖുർആൻ ഓതാൻ ഏറ്റവും നല്ല സമയം എപ്പോഴാണ്? അത് അത്താഴ സമയമാകുന്നു. അതുപോലെ ദുആക്ക് ഇജാബത്ത് കിട്ടുന്ന സമയമാണ്. അതുപോലെ തന്നെ സുഗന്ധം ഉപയോഗിക്കണം അത്താഴ സമയത്ത്, അത് പ്രത്യേകമായ സുന്നത്തുള്ള കാര്യമാണ്. അതുപോലെ അത്താഴം കഴിച്ചതിന് ശേഷം ബ്രഷ് ചെയ്യുക എന്നത് വേറെ സുന്നത്തുള്ള കാര്യമാണ്. ഇങ്ങനെ മഹാന്മാരായ മഹത്തുക്കൾ അത്താഴം കഴിക്കുന്നതിനെ സംബന്ധിച്ചും അത്താഴ സമയത്തെ പരിഗണിക്കുന്നതിനെ സംബന്ധിച്ചും നിരവധി കാര്യങ്ങൾ പറഞ്ഞതാണ്. അല്ലാഹു തആല മഹത്വങ്ങളൊക്കെ സ്വീകരിക്കാനും പുണ്യങ്ങൾ കരസ്ഥമാക്കാനും തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. www.hubburrasool.net